അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻവാല. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, പരിശുദ്ധ റമദാനിലെ നോമ്പിന് ശേഷം ശവ്വാലിലെ 6 നോമ്പ് പ്രത്യേകം സുന്നത്തുള്ള ഒരു കാര്യമാണ്. സുന്നത്തുകൾ ഏതും നമ്മൾ ശ്രദ്ധിക്കുകയും പിൻപറ്റുകയും ചെയ്യണം. കാരണം ഫർളുകളിലെ വീഴ്ചകൾ അത് മുഖേന പരിഹരിക്കപ്പെടും. അപ്രകാരം തന്നെ പ്രതിഫലം അധികരിക്കുവാനും ദറജകൾ കൂടുവാനും ആ സുന്നത്തുകൾ നമ്മെ സഹായിക്കുമെന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. ഖുദ്സിയായ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതുപോലെ, മാ സാല അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ, ഐച്ഛികമായ കർമ്മങ്ങളിലൂടെ അള്ളാഹുവിലേക്ക് ഒരടിമ അടുത്തുകൊണ്ടേയിരിക്കും എന്നാണ്. ശവ്വാലിലെ 6 നോമ്പിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സ്വാമ റമളാൻ സുമ്മ അത്ബഅഹു സിത്തൻ മിൻ ശവ്വാൽ, ആരെങ്കിലും റമദാനിൽ നോമ്പെടുക്കുകയും അതിനോടനുബന്ധമായി ശവ്വാലിലെ 6 ദിവസങ്ങൾ നോമ്പെടുക്കുകയും ചെയ്താൽ കാന കസിയാമിദ് ദഹർ, കാലം മുഴുക്കെ നോമ്പെടുത്തതുപോലെയാണ് എന്നാണ്. അഥവാ 1ന് 10 എന്നുള്ള 10 മടങ്ങ് പ്രതിഫലം കിട്ടുമ്പോൾ 1 മാസത്തെ നോമ്പ് 10 മാസത്തെ നോമ്പിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കും. 6 ദിവസം അത് 60 ദിവസത്തെ നോമ്പായി പുണ്യമായി പരിഗണിക്കുമ്പോൾ 2 മാസം, അങ്ങനെ 12 മാസം നോമ്പെടുത്തവരെ പോലെയായിത്തീരും. അതുകൊണ്ട് ആ നോമ്പ് നമ്മൾ നഷ്ടപ്പെടുത്താതെ നോക്കേണ്ടതുണ്ട്. പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് പറഞ്ഞത്, പെരുന്നാളിന് ശേഷം അനുബന്ധമായി 6 ദിവസം ഏറ്റവും ഉത്തമമായത് അങ്ങനെയാണ് എന്നാണ്. അഥവാ പെരുന്നാൾ നമസ്കാരത്തിന് ശേഷമുള്ള ശവ്വാലിൻ്റെ 2ാമത്തെ ദിവസം മുതൽ തുടർച്ചയായ 6 ദിവസം നോമ്പെടുക്കലാണ് ഏറ്റവും ശ്രേഷ്ഠം. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, അത് നന്മയിൽ ധൃതി കാണിക്കലാണ്, ഉത്സാഹം പ്രകടിപ്പിക്കലാണ്. കാരണം നാളെ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് അറിയുവാൻ സാധിക്കുകയില്ല. അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയാൽ നമുക്കത് വീണ്ടെടുക്കാൻ കഴിയാതെ വന്നേക്കും. അതുകൊണ്ട് 6 ദിവസം പെരുന്നാളിനോടനുബന്ധമായി തുടർച്ചയായിട്ട് തന്നെ നോമ്പെടുക്കുമ്പോൾ അതായിരിക്കും നമുക്ക് എളുപ്പവും ആയാസവുമായിട്ടുള്ളത്. എന്നാൽ എന്തെങ്കിലും കാരണങ്ങളാൽ തടസ്സങ്ങൾ, പ്രയാസങ്ങൾ നമുക്ക് നേരിട്ടാൽ ശവ്വാൽ തീരുന്നതിന് മുമ്പ് എപ്പോൾ വേണമെങ്കിലും ആ നോമ്പുകൾ നമുക്ക് എടുക്കാവുന്നതാണ്. റമദാനിലെ നോമ്പ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, രോഗം കാരണം അല്ലെങ്കിൽ യാത്ര കാരണമൊക്കെ നോമ്പ് നമുക്ക് ഖളാ ഉണ്ടെങ്കിൽ റമദാനിലെ ഖളാ വീട്ടാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന് മുൻഗണന നൽകേണ്ടതുണ്ട്. കാരണം ഹദീസിൽ വന്നത്, മൻ സ്വാമ റമദാൻ, റമദാനിലെ നോമ്പ് ഒരാൾ എടുക്കുകയും സുമ്മ അത്ബഅഹു സിത്തൻ മിൻ ശവ്വാൽ, എന്നിട്ട് അതിൻ്റെ അനുബന്ധമായി ശവ്വാലിലെ 6 നോമ്പ് എടുക്കുകയും ചെയ്താൽ എന്നാണ്. അതുകൊണ്ട് റമദാനിലെ നോമ്പുകൾ ഖളാ വീട്ടാനായിരിക്കണം മുൻഗണന നൽകേണ്ടത്. എന്നിട്ടാണ് ശവ്വാലിലെ 6 നോമ്പ് നമ്മൾ എടുക്കേണ്ടത്. ഒരാൾക്ക് രോഗം പോലുള്ള തൻ്റേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് ശവ്വാലിൽ നോമ്പെടുക്കാൻ സാധിക്കാതെ വന്നു എന്ന് സങ്കല്പിക്കുക. റമദാനിലെ നോമ്പ് കഴിഞ്ഞു, ശവ്വാലിലായപ്പോൾ അയാൾക്ക് തടസ്സങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ അയാൾ അതിന് കുറ്റക്കാരനല്ല. അതുകൊണ്ട് തന്നെ ശവ്വാലിന് ശേഷവും അയാൾക്ക് ആ നോമ്പെടുത്ത് വീട്ടാൻ സാധിക്കുമെന്നാണ്. കാരണം നമ്മൾ സ്ഥിരമായി അനുഷ്ഠിച്ചു വരുന്ന റവാത്തിബ് നമസ്കാരങ്ങൾ ആ സമയത്ത് നിർവഹിക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ പിന്നീട് നിർവഹിച്ചു വീട്ടാം എന്ന് പറഞ്ഞതുപോലെ, ഫഇന്നഹു യഖ്ളീഹ കമാ ജാഅത് ബിഹി സുന്ന, സുന്നത്തിൽ സ്ഥിരപ്പെട്ടു വന്നതുപോലെ അങ്ങനെ നമുക്ക് നോമ്പെടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഏറ്റവും ഉത്തമം അനുബന്ധമായിട്ടാണ് എങ്കിലും നമുക്ക് അതിന് സാധിച്ചില്ലെങ്കിൽ ശവ്വാൽ കഴിയുന്നതിന് മുമ്പ് ഏത് ദിവസത്തിലും നമുക്ക് ആ 6 നോമ്പെടുക്കാൻ സാധിക്കും. അങ്ങനെ നന്മകൾ അധികരിപ്പിച്ച് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഒരു ദിവസത്തെ നോമ്പ് നിമിത്തം 70 വർഷത്തെ വഴിദൂരം നരകത്തിൽ നിന്ന് ദൂരെ പോകാൻ നമുക്ക് സാധിക്കുമെന്നുള്ള ആ സന്തോഷ വാർത്ത കൂടി നാം ഓർക്കുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.